ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അസൻസ് ക്യൂട്ട് ബുക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ആനുവൽ ഡേ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളുടെ കൊയർ കോസ്റ്റ്യൂം നമ്മുടെ ഇനോഗ്രേഷൻ കോസ്റ്റ്യൂമും തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ കൊയർ കോസ്റ്റ്യൂം. ഒരു സാറ്റേൺ ടീഷർട്ട്, ഒരു പെൻസിൽ സ്കേർട്ട്, പിന്നെ സ്റ്റോക്കിങ്സ്. ഇനിയും റെഡിയാകാം. അപ്പോൾ മേക്കപ്പ് വന്നിട്ട് അത്ര കാര്യമായിട്ടൊന്നും ചെയ്തില്ല. മോയ്സ്ചറൈസർ ഇട്ടു, ഇച്ചിരി പൗഡർ ഇട്ടു. അത് കഴിഞ്ഞ് ഹിമാലയയുടെ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഇട്ടു. ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് സ്റ്റേജിൽ വെച്ച് കാണാം. അമ്മയും ചേട്ടയും ഓഡിയൻസ് ആയിട്ടിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ചു നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബസ്സിൽ കയറിയാണ് നമ്മൾ സ്കൂളിൽ പോയത്. അപ്പൊ ആനുവൽ ഡേ സ്റ്റാർട്ട് ചെയ്ത് പ്രെയർ സോങ് വെച്ചിട്ടായിരുന്നു. പ്രെയർ സോങ്ങിന് ചേട്ടയും മമ്മിയും വന്നിട്ടില്ലായിരുന്നു. അവർ പിന്നെ ഏതോ ഒരു ഡാൻസ് പെർഫോമൻസിന്റെ ഇടയ്ക്കാണ് വന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ പ്രെയർ സോങ്. സോ ഈ വീഡിയോ ഒക്കെ അമ്മയും ചേട്ടനും സ്കൂളിൽ വന്നു കഴിഞ്ഞ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ പാർട്ടിസിപ്പൻസ് ആയ ഞങ്ങൾ ഓഡിറ്റോറിയത്തിന്റെ ബാൽക്കണിയിലായിരുന്നു വന്നിരുന്നത്. ചേട്ടയും മമ്മിയും ബാൽക്കണി കുറെ പിള്ളേരിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സൂം ചെയ്ത് നോക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അവർ കണ്ടുപിടിക്കുകയും ചെയ്തു തന്നെ.
നമ്മുടെ കൊയറിൻ്റെ പാട്ടുകൾ. ഇതിനേക്കാളും കൂടുതൽ പാട്ടുകളുണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് അടിക്കാത്ത ഏതാണോ അതാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഞാൻ പാട്ട് കഴിഞ്ഞോണ്ട് ഓടി വന്നിട്ട് അമ്മേനും ചേട്ടനെയും കണ്ടുപിടിച്ചിട്ട് സീറ്റ് ചെയ്യുന്നു, കാരണം 11th ഡാൻസ് ആയിരുന്നു അടുത്തത്. പിന്നെ ബാക്കി കൊയർ പിള്ളേരൊക്കെ നേരെ ബാൽക്കണിയിലേക്കായിരുന്നേ പോയത്. അങ്ങനെ ഡാൻസിന്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ബാൽക്കണിയിലേക്ക് നോക്കിയപ്പോൾ കൊയർ സ്റ്റുഡൻസ് ഒക്കെ നന്നായിട്ടിരുന്ന് വൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞുകൊണ്ട് ഞാൻ നേരെ ചെന്ന് ബാൽക്കണി കയറി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയറിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനാണ് ചെന്നത്. ഇവിടെ ചെന്നപ്പോൾ എന്താ 10th ഡാൻസ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, അപ്പൊ അതിന്റെ സോങ്സിന് വൈബ് ചെയ്തു. ഇതിന്റെ ഇടയ്ക്കാണ് ഒരു ട്വിസ്റ്റ് നടന്നത്, അത് വരുന്ന വഴി പറയാം. ഇതായിരുന്നു 10th ഡാൻസ്. ഉടനെ കൊയർ പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞുകൊണ്ട് ഞാൻ താഴെ വന്നായിരുന്നേ. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്ത് പെട്ടെന്നാണ് ഓഡിറ്റോറിയം കാലിയായത്. അപ്പോഴത്തേക്കും ആ സമയത്ത് ടീച്ചേഴ്സ് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കുമായിരുന്നു. ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാണ് മനസ്സിലായത്, ഞങ്ങൾ അകത്തിരുന്ന സമയത്ത്, അതായത് ഓഡിറ്റോറിയത്തിന്റെ അകത്തിരുന്ന സമയത്ത് നല്ല മഴ പുറത്ത് പെയ്തിട്ടും ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല. പുറത്തൊക്കെ ഇട്ടിരുന്ന മാറ്റൊക്കെ നന്നായിട്ട് വെള്ളത്തിനകത്ത് സോക്കായി കിടക്കുമായിരുന്നു. അങ്ങനെ കേസ് നമ്മുടെ ഫസ്റ്റ് ആനുവൽ ഡേ കഴിഞ്ഞു. സോ ഗ്ലാഡ് ഇതിനകത്തൊരു ഭാഗമാകാൻ പറ്റിയതിന്. നമ്മൾ കുറെ തൊണ്ട വിളിച്ച് കൊയറിന് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ പോയി. അപ്പൊ ഇനി ഞാൻ ആ ട്വിസ്റ്റ് പറഞ്ഞു തരാവേ. ഞാൻ ആ ഓഡിറ്റോറിയത്തിന്റെ ബാൽക്കണി പോയ സമയത്ത് ചേട്ടച്ചി ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഒരു ക്യാബ് നമുക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ ഈ ക്യാബ് വന്നിട്ട് സ്കൂളിന്റെ ഗേറ്റിന്റെ മുന്നിൽ തന്നെ ആയിരുന്നു നിൽക്കുന്നത്. എന്നാൽ ഞാൻ ആ സമയത്ത് ആ ഓഡിറ്റോറിയത്തിന്റെ ബാൽക്കണിയിലായതുകൊണ്ടും എന്നെ വിളിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തതുകൊണ്ടും ചേട്ടൻ അയാളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് അയാളുടെ ബുക്കിംഗ് ക്യാൻസലാക്കി അയാളുടെ പാട്ടിനങ്ങ് പോയി. പിന്നെ ഞാൻ വന്നിട്ടൊരു ക്യാബ് നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു മോനെ. പിന്നെതാ അന്നത്തെ ടെസ്റ്റ് ഇതായിരുന്നു. സ്കൂൾ എന്തായാലും ആനുവൽ ഡേ കഴിഞ്ഞ് പാരന്റ്സ് വരാത്ത പിള്ളേർക്ക് ബസ് വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ പാരന്റിനെ കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പാരന്റിനെ കയറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറി. എവിടെ? സ്കൂൾ ബസ്സിൽ. ഓൾ താങ്ക്സ് ടു മീ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, കാരണം ആദ്യത്തെ ആ കിട്ടിയ ഊബർ പോയ തൊട്ട് കണ്ടക്ടറിനോട് പാരന്റ്സിനെ കയറ്റുമോ എന്ന് ചോദിച്ചത് ഞാനായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്പോട്ട് ചെയ്ത എല്ലാ റെസ്റ്റോറൻറ്റും നമ്മുടെ സ്കൂളിലെ പിള്ളേർ തന്നെയായിരുന്നു അകത്ത്. കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. കുറച്ചു നേരം കണ്ടിന്യൂസ് മൂവിങ് ആയിരുന്നു, കുറച്ചു നേരം ട്രാഫിക്കിൽ നിന്നു. അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലെത്തിയതെന്ന്. പക്ഷെ ആ ട്രാവല് നല്ല രസം ഉണ്ടായിരുന്നു, ഭയങ്കര മെമ്മറബിളും ആണത്. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ ആനുവൽ ഡേ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. അപ്പൊ ടാറ്റ.